2068 ലോകാവസാനം ഉണ്ടാകുമെന്ന് പറയുന്നത് സർ ഐസക് ന്യൂട്ടനാണ്. അയാൾ മരിക്കുന്നത് 1727 അന്ന് പ്രവചിച്ചു വെച്ചിട്ടുണ്ട് ലോകത്തിന്റെ അവസാനം 2068 2050 ആകുമ്പോഴത്തിന് ഈ പ്രകൃതിയിൽ ഒന്നിനും ഒരു ചെടിക്കോ മരത്തിനോ ഈ ഭൂമിയിൽ നിലകൊള്ളാൻ കഴിയില്ല. മനുഷ്യരാശിക്കൊന്നിനും അതിന് മാത്രം ചൂട് അധികരിക്കും എന്ന് പ്രകൃതി ശാസ്ത്രജ്ഞന്മാർ വളരെ വ്യക്തമാക്കിയ റിപ്പോർട്ടുകൾ എൻ്റെ കൈവശമുണ്ട്. 2050 ലോകം അവസാനിച്ചിട്ടില്ലെങ്കിലും മനുഷ്യൻ പ്രാർത്ഥിക്കും, ലോകത്തെ ഒന്ന് പടച്ചോനെ ഒന്ന് അവസാനിപ്പിക്കുക. 2030 കൊല്ലം നമ്മുടെ ശാസ്ത്രചിന്തകന്മാർ പുറത്തുവിട്ടു, 2030 AC പിടിക്കൂല. AC-യിൽ കിടന്നാലും മനുഷ്യൻ ഉറങ്ങാൻ കഴിയില്ല. 2049 ഒരു കടൽ മത്സ്യം ബാക്കിയാവില്ല. സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ഒരു പ്രസ്താവനയും ഈ പുസ്തകത്തിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം 50 വർഷം മുമ്പ് അദ്ദേഹം പറഞ്ഞത് 1000 കൊല്ലത്തിലധികം ഇനി മനുഷ്യരാശിക്ക് ഭൂമിയിൽ ജീവിതമില്ല എന്നാണ്. അദ്ദേഹം മരിക്കുന്നത് 2014 അതിന് തൊട്ടു മുമ്പ് അദ്ദേഹം പറഞ്ഞത് ഒരു 100 വർഷം ഇനി മനുഷ്യന് ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല എന്നാണ്. ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല, ഒരിക്കലും. എന്തുകൊണ്ട് ഈ പലസ്തീൻ പ്രശ്നങ്ങളിൽ ഒരു തീരുമാനം അറബികൾക്ക് എടുത്തുകൂടാ? അറബികൾക്ക് എടുക്കാൻ കഴിയൂല. എന്തുകൊണ്ട്? അറബികൾക്ക് ബ്രിട്ടൻ കൈവശം കൊടുത്ത ഭൂമിയിൽ മാത്രമാണ് സത്യത്തിൽ ഇന്ന് അവർ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി വിരാജിക്കുന്നത്. അതേത് അറബ് രാജ്യവും അങ്ങനെയാണ്. നിലവിലുള്ള ഒരു അറബ് രാജ്യത്തിനും മുസ്ലിം ലോകത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? ആ രാജ്യം പെട്രോളിയം രാജ്യങ്ങളാണ്. ആ പെട്രോളിയം രാജ്യങ്ങൾ യഥാർത്ഥത്തിൽ ബ്രിട്ടന്റെയും അമേരിക്കയുടെയും അടിമകൾ മാത്രമാണ്. ഈ പുസ്തകം അതിമനോഹരമായി ഈ വിഷയങ്ങളെല്ലാം നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നുണ്ട്. പുണ്യ റസൂൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഹദീസുകളെ നമ്മൾ അതിൻ്റെ ബാഹ്യമായ അർത്ഥത്തിൽ ഒരിക്കലും എടുക്കാൻ പാടില്ല. ആരെടുത്താലും പിഴവ് സംഭവിക്കും. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ രേഖപ്പെടുത്തുന്ന റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഇമാം ബുഖാരി അടക്കം രേഖപ്പെടുത്തുന്നുണ്ട്. എന്താ പറയുന്നത്? ഞങ്ങൾ നബിയോട് ചോദിച്ചു, നബിയെ, അങ്ങ് മരണപ്പെട്ടാൽ പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ആദ്യം മരണപ്പെടുക? അപ്പോൾ ഹബീബ നബി പറഞ്ഞു, അത്വലുക്കുന്ന യദൻ, നിങ്ങളിൽ ഏറ്റവും കൈ നീളമുള്ള ആളായിരിക്കും. ആരോടായി ഇത് പറയുന്നത്? ആയിഷ ബിബിയോട് അടക്കം. ആയിഷ ബിബി ആരാ? 4 മദ്ഹബിന്റെയും ഇമാമിങ്ങളുടെ ഉസ്താദ്മാർ ആയിഷ ബിബിയിലാണ് എത്തിച്ചേരുന്നത്. ആയിഷ ബിബിയെ പോലെ ഒരു പണ്ഡിത മുസ്ലിം ലോകത്ത് ഇല്ല. ഈ ഹദീസിന്റെ റിപ്പോർട്ടർ ആരാ? 1420 ഹദീസായി സ്വഹീഹുൽ ബുഖാരി ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. എന്താ ചോദിക്കുന്നത്? നിങ്ങൾ മരിച്ചാൽ ആദ്യം മരിക്കുന്ന ആൾ ആരാ? അപ്പോൾ പെണ്ണുങ്ങൾ, നബി പറഞ്ഞു, നിങ്ങളെ കൂട്ടത്തിൽ കൈ നീളമുള്ള ആൾ. അപ്പോൾ പെണ്ണുങ്ങൾ പോയിട്ട് ഒരു ഈത്തപ്പനയുടെ കഷ്ടം കൊണ്ടുവന്നു, എന്നിട്ട് കൈ അളന്നു നോക്കി. അപ്പോൾ ഏറ്റവും വലിയ കൈ ആർക്കാണ്? സൗദാ ബീവിക്കാണ്. അപ്പോൾ സൗദാ ബീവി എന്ത് തീരുമാനിച്ചു? ഞാനായിരിക്കും ആദ്യം മരിക്കുക എന്ന സന്തോഷം. നബിയോട് ആദ്യം ചേരുന്നത് ഞാനാണ്, ആദ്യം മരിക്കുന്നത് ഞാനാണ്. സന്തുഷ്ടയായി ആര്? സൗദാ ബീവി. എന്നാൽ ആദ്യം മരിച്ചത് സൈനബ് ബിൻത് ജഹ്ഷാണ്. കാരണം അപ്പോൾ ഞങ്ങൾക്കാകെ പേടിച്ചു. ആരാ പറയുന്നത്? ആയിഷ ബീവി. ആരാ ആയിഷ ബീവി? ആയിഷ ബീവിയെ പോലെ വിവരസ്ഥൻ ലോകത്തുണ്ടാ? 4 ഇമാമിങ്ങളുടെയും വിജ്ഞാനം ആരിലാണ് എത്തിച്ചേരുക? ആയിഷ ബീവിയിൽ. ആയിഷ ബീവിക്ക് പിഴച്ചു. ഏത് വ്യാഖ്യാനത്തിൽ? ഹദീസ് വ്യാഖ്യാനത്തിൽ. എന്താ പറഞ്ഞത്? ഞങ്ങളിൽ ആദ്യമായി ആര് മരിക്കും? നിങ്ങളിൽ അത്വലുന്നയദൻ, കൈ നീളമുള്ള ആൾ. ഞങ്ങൾ കൊണ്ടുവന്ന് കൈ അളന്നു. അപ്പോൾ സൗദയുടെ കൈയാണ് നല്ലത്. അപ്പോൾ സൗദ പറഞ്ഞു, എനിക്ക് ആദ്യം മരിക്കാലോ. ഓ സന്തോഷം. പക്ഷെ ആദ്യം മരിച്ചത് സൈനബ് ബിൻത് ജഹ്ഷ. അപ്പോൾ ഞങ്ങൾ അത്വലുന്നയദൻ എന്ന ആ വാക്കിന്റെ അർത്ഥം ആലോചിച്ചപ്പോൾ പിടികിട്ടി. സൈനബ് ബിൻത് ജഹ്ഷന്റെ സ്വഭാവമുണ്ട്, ഒരു പൈസ കയ്യിൽ നിൽക്കൂല. ഇങ്ങനെ 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 ഇങ്ങനെ. മരിക്കുന്നതിന്റെ തൊട്ടടുത്ത ദിവസം 12,000 ദിർഹം കൊടുത്തയച്ചു ഉമർ ബിൻ ഖത്താബ്. നബിയുടെ ഭാര്യമാർക്ക് ഖജനാവിന്ന് 12,000 ദിർഹം കൊടുത്തയച്ചു. ചില്ലറ ദിവസം കഴിഞ്ഞ് സൈനബ് മരിച്ചു. വീട്ടിൽ കയറി നോക്കുമ്പോൾ ഒരു പൈസ ഇല്ല. സൈനബ് കഴിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? എത്ര തലേ ദിവസം ചില്ലറ ദിവസങ്ങൾക്ക് മുമ്പ് കൊടുത്തയച്ചു 12,000 ദിർഹം. ആര്? ഖലീഫ. ചില്ലറ ദിവസം കഴിഞ്ഞപ്പോൾ മരിച്ചു. ആര്? സൈനബ് ബിൻത് ജഹ്ഷ്. പൊരേ നോക്കുമ്പോൾ ഒരു സ്വർണ്ണമില്ല, ഒരു നാണയമില്ല. എന്തേ? അത്വലുക്കുന്ന തന്നെ. ഇപ്പോൾ ഹദീസ് വ്യാഖ്യാനിച്ചപ്പോൾ ആർക്ക് പേച്ചു?
സ്വഹാബികൾക്ക് വെച്ചു, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ വെച്ചു, ആയിഷ ബീവിക്ക് വെച്ചു. അപ്പോൾ അതിന്റെ കേവലം ലിറ്റററി മീനിങ്ങിലൂടെ പോയാൽ പേക്കൂലാന്ന് പറയുന്ന പണ്ഡിതൻ അയാളെപ്പോലെ പേച്ച ആൾ വേറെ ആരാ? ദജ്ജാൽ ഹിമാറിന്റെ പുറത്താണ് യാത്ര ചെയ്യുക എന്ന് മുഹമ്മദ് മുസ്തഫ. ബൈന ഉദ്നൈഹി 70 ദിറാഅ, ഒരു കൈതപ്പുറത്താണ് ദജ്ജാൽ വരിക. റസൂൽ പറയാ അതിന്റെ 2 ചെവികൾക്കിടയിൽ 70 മുഴമുണ്ടാവും. ഓഹോ, അപ്പൊ എത്ര വലിയ ഹിമാറായിരിക്കണം? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാ? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? എന്താ പറഞ്ഞേ? കൈതപ്പുറത്ത് ദജ്ജാൽ വരിക, 2 ചെവികൾക്കിടയിൽ എത്ര ഉണ്ടാവും? 70 മുഴം. അപ്പോൾ ഹിമാർ എത്ര ഉണ്ടാവണം? 2 ചെവികൾക്കിടയിലുള്ള നീളെത്ര? അകലം. അപ്പൊ ഈ ചെവി ഏറ്റി നടക്കാൻ 25 ആള് വേറെ വേണ്ടി വരുമല്ലോ. എന്നിട്ടത് മേഘത്തെ മറികടക്കുന്ന സ്പീഡായിരിക്കും, ഓട്ടിച്ചു പറക്കും. ആര്? ഈ കഴുതയുടെ 2 ചെവികൾക്കിടയിൽ എത്ര അകലം? 70 മുഴം. 70 മുഴമുള്ള ഒരു കഴുത ഭൂമിയിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കും, ഓ ഇത്ര വലിയ കഴുത ആയിരിക്കും. അപ്പൊ അന്ന് നബി ദജ്ജാൽ വരുന്ന കാലത്ത് അങ്ങനത്തെ ഒരു കഴുത ഇറങ്ങുമായിരിക്കും. നടത്തത്തിൽ ഏറെ വേഗത കുറഞ്ഞ ജീവിയാണ് ഏത്? പറ, മനസ്സിലായോ? ചെവി തെറ്റിപ്പോയത്. വേഗതയിൽ ഏറ്റവും വേഗത കുറഞ്ഞ ജീവിയാണ് കഴുത. എന്നിട്ട് നബി പറയാണ് ഈ വാഹനം മേഘത്തെക്കാൾ സ്പീഡിൽ സഞ്ചരിക്കും. അതെങ്ങനെയാ? അപ്പൊ ഏതായിരിക്കും ഈ വാഹനം? വിമാനം. ബോയിങ് 747, അത് 2 ചിറകിന്റെ ഒരറ്റം മുതൽ ഒരറ്റം വരെ 68.7. അപ്പൊ കൃത്യം മനസ്സിലായി ദജ്ജാലിന്റെ വാഹനം. നിങ്ങളിന്റെ കൂടെ ഇല്ല. ബോയിങ് 747ന്റെ 2 ചിറകുകൾ ബൈന ഉദ്നൈഹിയ, ഈ ഉദിന് മുതൽ ഈ ഉദിനിന്റെ അഗ്രം മുതൽ ഈ ഉദിനിന്റെ അഗ്രം വരെ എത്രയാ? പറ, എത്ര മുഴ, എത്ര മീറ്ററാ? 68.7. ഇത് 70 ആകാം, അതിന്റെ അപ്പുറം ആകാം. അപ്പൊ ഇന്നത്തെ ബോയിങ്ങിനേക്കാൾ ലേശം കൂടിയുള്ള ഒരു ബോയിങ് നിങ്ങളിന്റെ കൂടെ ഉണ്ടാ. പിന്നെ ഈ വാഹനത്തിന് കഴുത പറയാൻ കാരണം എന്താ? സഞ്ചരിക്കുന്നവരൊക്കെ കഴുതവും. അപ്പോൾ ആ വാഹനത്തിന് കഴുതാന്ന് പറയും. മുനിസിപ്പാലിറ്റി കോർപ്പറേഷന്റെ മാലിന്യം കൊണ്ടുപോകുന്ന വണ്ടിക്ക് നമ്മൾ തീട്ട വണ്ടി എന്ന് പറയുമല്ലോ. വണ്ടി തീട്ടമായത് കൊണ്ടാണോ? പിന്നെന്തുകൊണ്ടാ? തീട്ടം. നാട്ടിലുള്ള എല്ലാ ക്ലോസറ്റിന്റെ അടിയിലും വാരിയിട്ട് എന്തിന് ഈ വണ്ടിയിലിടും? ആ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന ആളെ ചേർത്ത് വണ്ടിക്ക് പേരിടും. ഒരു എല്ല് ലോറി എന്ന് പറയും. എല്ലുകൊണ്ടിരിക്കാനും ലോറി ഉണ്ടാവും. മനസ്സിലായില്ല? ആ എല്ല് ലോറിയെ വെട്ടിച്ച് പോയിട്ടില്ലെങ്കിൽ മൂക്കടക്കും. എല്ല് ലോറിയാണ്. എല്ല് ലോറിയാ, എല്ലുകൊണ്ട് ലോറി ഉണ്ടാവും. ഒന്ന് പറയടോ. പിന്നെന്തേ ആ ലോറിയിലുള്ളത്? പറ. എല്ലുകളായതുകൊണ്ട് വണ്ടിക്ക് എല്ലുകൊണ്ട് പേരിട്ടു. ദജ്ജാലിന്റെ വണ്ടിയിലുള്ളതും ഒക്കെ കഴുതകളായിരിക്കും. കഴുതക്ക് 2 ലക്ഷ്യമുള്ളൂ. ഒന്ന് ഭുജിക്കണം, ഒന്ന് ഭോഗിക്കണം. ഈ കൗമിനും അതേ ഉള്ളൂ. ആധുനികന് ഇതല്ലാത്തൊരു പരിപാടിയില്ല. ആധുനിക മനുഷ്യന് തിന്നണം, ഭോഗിക്കണം എന്നല്ലാത്തൊരു ചിന്തയും ആധുനിക മനുഷ്യനില്ല. കഴുതക്കും അതേ സ്വഭാവമാണ്. കഴുതയെ സംബന്ധിച്ചിടത്തോളം തിന്നണം, ഭോഗിക്കണം, ലൈംഗിക ചോദന. മനസ്സിലായില്ല? തീറ്റയും ലൈംഗിക ചോദനയും ഇല്ലാത്ത ഒരു താല്പര്യമില്ലാത്തൊരു ജീവിയാണ് ഏത്? എന്തൊരു മനുഷ്യന്മാരായിപ്പോയി. നിങ്ങളോടാണ് എൻ്റെ അത് പറഞ്ഞു പോയത്.
ലൈംഗികാവയവം ജീവികളെ കൂട്ടത്തിൽ ലൈംഗികാവയവത്തിന് ഏറ്റവും കൂടുതൽ വണ്ണവും വലിപ്പമുള്ള ജീവി ഏതാ? കഴുത. എന്തുകൊണ്ട്? കഴുതയുടെ അളവിലല്ല കഴുതയ്ക്ക് ലൈംഗികാവയവം. എന്തുകൊണ്ട്? അതിന് വല്ലാത്തൊരു ലൈംഗിക ചോദനയാണ്. തീറ്റയോ? തീറ്റയ്ക്ക് കണക്കില്ല, ഭോഗത്തിനോ കണക്കില്ല. അതുകൊണ്ട് ആധുനിക ലോകത്തെ മനുഷ്യന് എന്താണ് ചിന്ത? ഒന്ന് തിന്നണം, ബോധിക്കണം. അതുകൊണ്ട് ഇന്ന് ലോകത്തിലുള്ള 810 കോടി ജനങ്ങളിൽ ഭൂരിഭാഗവും കഴുതയാണ്. അപ്പോൾ നമ്മൾ കയറുന്ന വണ്ടിയൊക്കെയും പറ കഴുതയാണ്. ഇപ്പോൾ എല്ലാ വിമാനവും പറ കഴുതയാണ്. എല്ലാ തീവണ്ടിയും കഴുതയാണ്. എല്ലാ കാറും കഴുതയാണ്. അതിൽ ഏറ്റവും വലിയ കഴുത ഏത്? ദജ്ജാലിന്റെ വാഹനം. കാരണം ദജ്ജാലിനെ പോലത്തെ ഒരു കഴുത വേറല്ല. അല്ലാതെ നിങ്ങൾ കഴുതയെ അളക്കാൻ നോക്കിയാൽ നിങ്ങൾക്ക് പേക്കുന്നല്ലാതെ ഉണ്ട്. എല്ലാ ഹദീസുകളിലും അതിൻ്റെ വ്യാഖ്യാനങ്ങളിൽ പുനഃപരിശോധന നടത്തേണ്ടതുണ്ട് എന്നാണ് വളരെ വിനയത്തിലും താഴ്മയിലും എനിക്ക് പറയാനുള്ളത്. നമ്മൾ വളരെ വലിയ പഠനങ്ങൾ നടത്തേണ്ടതുണ്ട്. അത് നമ്മളെപ്പോലെ വേറൊരാൾക്ക് പഠനം ആവശ്യമില്ല. ബുഖാരി ഇമാമിൻ്റെ കാലത്ത് ആറ്റം ബോംബിൻ്റെ ഒരു ഹദീസ് ബുഖാരി ഇമാം റിവായത്ത് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇത് ആറ്റം ബോംബാണെന്ന് പറയേണ്ട ബാധ്യത അദ്ദേഹത്തിന് ഇല്ല. ആ ബാധ്യത നമുക്കല്ലത്. അതുകൊണ്ട് മാനവരാശിയുടെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഇന്ന് ഈ പുസ്തകം വിശദീകരിക്കുന്നത്. ഒരാൾക്കും ഈ പുസ്തകത്തെ തൊട്ട് ഓടിക്കളയാൻ സാധ്യമല്ല. ഹദീസിനും ഖുർആനും അതിന്റെ സാമ്പ്രദായിക അർത്ഥങ്ങൾ വെച്ച് മാത്രം മുന്നോട്ട് പോയാൽ നമ്മൾ വലിയ ചതിയിൽ അകപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ടുണ്ടായ യുദ്ധങ്ങൾക്ക് കയ്യും കണക്കുമില്ല. മാനവരാശിയിലെ 90% ആളുകൾ കൊല ചെയ്യപ്പെട്ടത് 902 ശേഷമുള്ള 2024 വരെയുള്ള കാലഘട്ടത്തിൽ മാത്രമാണ്. കണക്കുകൾ കൃത്യമായി ഇതിൽ കൊടുത്തിട്ടുണ്ട്. 99% ജനങ്ങളും ഈ ഒരു സാധനം കാരണമായി കൊല ചെയ്യപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതെല്ലാം വളരെ വ്യക്തമായി ഹദീസിൽ ഇതിൽ വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ ഇനി ഇതൊന്നും അല്ലാതെ തന്നെയുണ്ട്. ഒരു മനുഷ്യൻ ഒരു യുദ്ധത്തിന് പോണ്ട, ഒന്നും പോണ്ട, എന്നാലും വീട്ടിലിരുന്നാലും ഈ സ്വർണ്ണമലകൾ അവനെ ബാധിക്കും. ഒരു ശരാശരി മനുഷ്യൻ ഒരു ദിവസം ശ്വസിക്കുകയും കുടിക്കുകയും ചെയ്യുന്നതിലൂടെ വായുവിലൂടെയും വെള്ളത്തിലൂടെയും ഇന്ന് മനുഷ്യന്റെ ശരീരത്തിൽ എത്തിച്ചേരുന്ന പെട്രോളിയത്തിന് ഒരു കണക്കുമില്ല. 2049 എന്നൊരു വർഷമുണ്ടെങ്കിൽ ഓഷ്യാനോളജിയുടെ കണക്കനുസരിച്ച് കടലിൽ ഒരു മത്സ്യം ബാക്കി ഉണ്ടാവില്ല എന്നാണ് ഓഷ്യാനോളജിയുടെ റിപ്പോർട്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല, മനസ്സിലായില്ല. 2049 എന്നൊരു വർഷം ഭൂമിയിൽ ഉണ്ടാകുമെങ്കിൽ കടലിൽ ഒരു തരിമ്പ്, ഒരു തുള്ളി, ഒരു അല്പം, ഒരു ചെറിയ മത്സ്യം പോലും ബാക്കി ഉണ്ടാവില്ല. കടലിലെ ഏറ്റവും വലിയ സമ്പത്തായിരുന്നു നീലത്തിമിംഗലം, കുത്തിയറ്റു. കടൽ ഇന്നൊരു പ്ലാസ്റ്റിക് സൂപ്പാണ്. ഇന്ന് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? പ്ലാസ്റ്റിക് ആണ്. പ്ലാസ്റ്റിക് എവിടുന്ന വന്നത്? പെട്രോളിയം. അപ്പോൾ 1400 കൊല്ലം മുമ്പ് പ്ലാസ്റ്റിക് എടുക്കരുത് എന്ന് പറഞ്ഞൊരു നബി ഉണ്ടെങ്കിൽ ഇത് മുഹമ്മദ് മുസ്തഫ മാത്രമാണ്. മനസ്സിലായില്ല? ഇന്ന് മനുഷ്യരാശി ലോകത്തോട് പറയുന്നത് നിങ്ങൾ പ്ലാസ്റ്റിക് ഉപയോഗിക്കരുത്. പ്ലാസ്റ്റിക് ശ്വസിച്ചാൽ ക്യാൻസർ വരും, പ്ലാസ്റ്റിക് കഴിച്ചാൽ ക്യാൻസർ വരും. ഏറ്റവും വലിയ അപകടകരമായ രോഗം ക്യാൻസറാണ്. ക്യാൻസർ ഉണ്ടാകുന്നത് പ്ലാസ്റ്റിക്കിൽ നിന്നാണ്. പ്ലാസ്റ്റിക് ഉണ്ടാവുന്നതോ പെട്രോളിയത്തിൽ നിന്നാണ്. ഇപ്പൊ ഇതിന്റെ പുറത്തെല്ലാം മെഴുകുണ്ട്. എന്താ മെഴുക്? പെട്രോളിയം. എന്താ മെഴുകുതിരി? മെഴുകുതിരി അല്ല, മെഴുകുന്നൊരു സാധനം ഇപ്പോൾ ഭൂമിയിലില്ല, പെട്രോളിയം തിരിയാണ്. എന്താ പെട്രോളിയത്തിന്റെ അവസ്ഥ? അത് ക്യാൻസർ ഉണ്ടാക്കും. അതൊരിക്കലും നിങ്ങൾ പുറത്തെടുക്കരുതെന്ന് മുഹമ്മദ് മുസ്തഫ. ആരാ പുറത്തെടുത്തത്? മുസ്ലിങ്ങൾ. അതിനാരാ പ്രേരിപ്പിച്ചത്? അമേരിക്കയും ബ്രിട്ടനും. ലാഭത്തിൽ 90% അവർ കൊണ്ടുപോയി. നിങ്ങൾ ചിന്തിക്കുക. പെട്രോളിയം വന്നപ്പോൾ ഏറ്റവും വലിയ സമ്പത്ത് വന്നു ഹിജാസിൽ. ലോക ചരിത്രത്തിൽ ദരിദ്രന്മാരുടെ നാടാണ് ഹിജാസ്. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നതയുടെ നാടാണ് ഹിജാസ്. ഹിജാസിൽ സമ്പന്നത ഉണ്ടാകാനുള്ള ഒരേ ഒരു കാരണം പെട്രോളിയമാണ്. ലോകത്തെ ഏറ്റവും വലിയ സമ്പത്തുണ്ടായ രാജ്യമേതാ? ഒന്ന് ഷാം, ഒന്ന് യമൻ. لإيلاف قريش إيلافهم رحلة الشتاء
വസ്വൈഫ്. ഉഷ്ണത്തിലും ശൈത്യത്തിലും 2 തരം യാത്രകൾ നടത്തും. എങ്ങോട്ട്? ഒന്ന് സിറിയയിലേക്ക്, ഒന്ന് യമനിലേക്ക്. ഷാമും യമനും. അതോ സമ്പത്തിന്റെ രാജ്യം. ഇന്ന് ലോകത്തെ ഏറ്റവും ദരിദ്ര രാജ്യങ്ങൾ ഒന്ന് സിറിയയും ഒന്ന് യമൻ. എന്താ കാരണം? പെട്രോൾ. ലോകത്തെ ഏറ്റവും ദരിദ്ര രാജ്യം ഏതാ? ലീലഫ് ഖുറൈഷ്. ഖുറൈശികളാണ് ഏറ്റവും വലിയ ദരിദ്രന്മാർ. അവർ ദാരിദ്ര്യം തീർക്കാൻ എങ്ങോട്ട് പോകും? പറ. ഷാമിലേക്കും. അവിടെയോ സമ്പത്ത്. പെട്രോൾ വന്നപ്പോൾ ഷാമും യമനും ദരിദ്രമായി. ഹിജാസോ സമ്പന്നതയുടെ കുമ്പാരമായി. ഞാൻ ഇതിൽ ചില ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ചില അറബികളുടെ സൽക്കാരങ്ങൾ. 5.7 കിലോഗ്രാം ഭക്ഷണം ശരാശരി ഒരു അറബി ഒരു ദിവസം കുപ്പത്തൊട്ടി കയറിയാണ്. എത്ര? 5.7 കിലോഗ്രാം ഭക്ഷണം. പുണ്യ റസൂൽ പറഞ്ഞു, ഒരു തരിമ്പ് ഭക്ഷണം നഷ്ടപ്പെടുത്തി കളയരുത്. ശരാശരി അറബി, പ്രത്യേകിച്ച് റമളാനിൽ 5.7 കിലോഗ്രാം ഭക്ഷണം ഒരാൾ, ശരാശരി ഒരു അറബി റമളാനിൽ ഒരു ദിവസം, മാസല്ല, 5.7 കിലോഗ്രാം ഭക്ഷണം ഓരോ ദിവസവും ശരാശരി അറബി കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയുന്നു. 10 ഭക്ഷണ കോപ്പകളിൽ റമളാൻ മാസത്തിൽ 6 ഭക്ഷണ കോപ്പയും മാലിന്യ കുമ്പാരത്തിലേക്ക് എറിയും. 10 പഴങ്ങളിൽ 6 പഴവും കുപ്പത്തൊട്ടിയിലേക്ക് എറിയും. എവിടെ? ഏകദേശം ഹിജാസ് മുതൽ UAE വരെ. ശരി, നേരെ അപ്പുറം ഏതാ? നേരെ ഇതിന്റെ അപ്പുറം യമനിൽ ലക്ഷക്കണക്കിന് കുട്ടികൾ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ പട്ടിണി കിടന്ന് മരിച്ചു. അതായത് ഒരു ഭാഗത്ത് സമ്പന്നത, ഒരു ഭാഗത്ത് ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത ദാരിദ്ര്യം. എന്താ അടിസ്ഥാന കാരണം? പെട്രോളിയം. മനുഷ്യനെ അഹങ്കാരിയാക്കി മാറ്റി. വളരെ കൃത്യമായ കണക്കുകൾ ഈ പുസ്തകത്തിൽ അതിന്റെ കൃത്യതയിൽ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ അത് കൊണ്ടുവന്ന യുദ്ധങ്ങൾക്ക് കയ്യും കണക്കും ഇല്ല. ഞാൻ അവസാനിപ്പിക്കാണ്. ഈ പുസ്തകം ചില ആളുകൾക്ക് കാണിച്ചു കൊടുത്ത, ശ്രദ്ധിക്കണേ, പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞ് അവസാനിക്കാതെ അരുമണിക്കരുത്. ശ്രദ്ധിക്കണം. ഈ പുസ്തകം കാണിച്ചു കൊടുത്തപ്പോൾ 1-2 എഴുത്തുകാർ എന്നോട് പറഞ്ഞു, ഇത് കുറച്ച് ഫോട്ടോസ് കൂടിയിട്ടുണ്ട്. ഈ ഫോട്ടോസുകൾ ഇതിൽ കരുതി കൂട്ടി വെച്ചതാണ്. എന്തുകൊണ്ട്? ഈ ഫോട്ടോസിന് 1000കണക്കിന് വാക്കുകളുടെ സ്വരമുണ്ട് ഒരു ചിത്രത്തിന്. ഇതിൻ്റെ ഏകദേശം 147 പേജ് മുതൽ ഏകദേശം 166 പേജ് വരെ ഇറാന്റെയും സിറിയയുടെയും യമന്റെയും ചില യുദ്ധകാല ഭീകരതകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2003 ഇറാഖ് അമേരിക്കൻ വാർ. ഇറാഖ് അമേരിക്കൻ വാർ 2003 2003 ഇറാഖ് അമേരിക്കൻ യുദ്ധത്തിൽ എന്താണ് നടന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്തറിയും? ഈ പുസ്തകത്തിന്റെ ഒരു 15-18 പേജ് നോക്കിക്കാണുന്ന ഒരാൾക്ക് ആ ചിത്രം ഒരിക്കലും അയാളെ മനസ്സിന് പോവില്ല. ചരിത്രം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഭീകരതയാണ് ഉണ്ടായത്. 2003 മുതൽ 2003 നടന്ന ഇറാഖ് യുദ്ധം, നഷ്ടപ്പെട്ടു പോയ കുഞ്ഞുമോനെ ദിവസങ്ങൾ കഴിഞ്ഞ് മയ്യത്ത് കണ്ടെടുത്ത ഒരു പാവപ്പെട്ട ഉമ്മ. 147 പേജിലെ ഫോട്ടോ നിങ്ങൾക്ക് നോക്കാം. ഒന്ന് നോക്ക്, കയ്യിൽ പുസ്തകം ഉണ്ടെങ്കിൽ നോക്ക്. 147 പേജിൽ കണ്ടില്ലേ? കണ്ടില്ലേ? നോക്ക്. 147 പേജിൽ മുതൽ 166 പേജ് വരെ ഇറാഖ്, സിറിയ അടക്കമുള്ള പ്രദേശങ്ങൾ യുദ്ധ സാഹചര്യത്തിൽ അനുഭവിച്ച ദുരന്തങ്ങളെ കാണിച്ചിട്ടുണ്ട്. ആ പേജുകൾക്ക് 1000കണക്കിന് പുസ്തകങ്ങളുടെ വിവരമുണ്ട്. ആ ഒരു പുസ്തകം വായിച്ചാൽ നിങ്ങൾക്ക് അത് കയറൂല. അതിൻ്റെ ഒരു ഇമോഷണൽ കണക്ഷൻ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു കണക്ഷനാണ്. കണ്ടില്ലേ? 147 പേജിൽ കണ്ടില്ലേ? അതിന്റെ മുഗൾ ആദ്യത്തെ ചിത്രം എന്ന് പറഞ്ഞാൽ
15,000 മയ്യത്തുകളെ കിടത്തിയതാ. 15,000 ഒരൊറ്റ ബോംബിങ്ങിൽ അമേരിക്ക കൊലപ്പെടുത്തിയത് 15,000 ജനങ്ങളെ. ആ 15,000 ജനങ്ങളുടെ മയ്യത്തുകളെ കൂട്ടിയിട്ട ഒരു രംഗമുണ്ട് 147 പേജിന്റെ മുകൾ ഭാഗത്ത്. അതിന്റെ നേരെ താഴെ തന്റെ മകൻ നഷ്ടപ്പെട്ടു പോയി ദിവസങ്ങൾക്ക് ശേഷം ഒരു ഉമ്മ കണ്ടെത്തിയപ്പോൾ ആ ഉമ്മ കാണുമ്പോൾ ഈച്ച ഇരിക്കുന്ന ഡെഡ് ബോഡിയാണ്. എന്തിനാ ചെയ്തത്? അമേരിക്ക ചെയ്തതാ. എന്തിനാ ചെയ്തത്? ഇറാഖിന്റെ കയ്യിൽ ഒരു കാലത്തും എടുത്താൽ തീരാത്ത പെട്രോളിയം ഉണ്ട്, അതിനെ സ്വന്തമാക്കാൻ വേണ്ടി മാത്രമാണ്. അതൊരിക്കലും നിങ്ങൾ പുറത്തെടുക്കാൻ പാടില്ല. പുറത്തെടുത്താൽ ലോകത്തെ ഏറ്റവും വലിയ ദുരന്തം നിങ്ങൾക്കായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അത് മനസ്സിലാക്കിയെടുക്കാൻ മുസ്ലിം പണ്ഡിതന്മാർക്ക് കഴിഞ്ഞില്ല. മുസ്ലിം പണ്ഡിതന്മാരുടെ ചില പ്രശ്നങ്ങൾ മാത്രമാണ്. 20-ാം നൂറ്റാണ്ടിലെ പണ്ഡിതന്മാർ, മുസ്ലിം പണ്ഡിതന്മാർ വിഡ്ഢികളും രാഷ്ട്രീയക്കാരുടെയും രാജാക്കന്മാരുടെയും അടിമകളുമായതുകൊണ്ട് മാത്രമാണ് ഈ പ്രശ്നങ്ങളെല്ലാം മുസ്ലിം ലോകം അനുഭവിച്ചത്. ഇതിന് ഉത്തരവാദി ഇന്ന് ലോകത്തിൻ്റെ മുന്നിൽ ഇരിക്കുന്ന ഈ പണ്ഡിതന്മാരായ തലേക്കെട്ടുകാർക്കും താടിക്കാർക്കും മാത്രമാണ്. അവർ പഠിക്കേണ്ട വിഷയത്തിൽ ഹദീസിനെ പഠിക്കാത്തത് കൊണ്ടാണ് ഈ ദുരന്തം മുസ്ലിങ്ങൾ ഏറ്റുവാങ്ങിയത്. സംശയം വേണ്ട. തൊട്ടടുത്ത പേജിൽ 148 പേജിൽ കുട്ടികളെ മയ്യത്ത് കിടക്കുന്നുണ്ട്. ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ ചിത്രമാണ്. ഒരു സാധുവായ 4 വയസ്സായ കുട്ടിയുടെ നേർക്ക് തൻ്റെ ഉമ്മയെയും ബാപ്പയെയും കൊലപ്പെടുത്തിയതിൻ്റെ കൂട്ടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു വന്ന ഒരു പാവപ്പെട്ട 4 വയസ്സുകാരിയായ പെൺകുട്ടിയുടെ നേർക്ക് ഒരു അമേരിക്കൻ പട്ടാളക്കാരൻ തൻ്റെ റിവോൾവറിൻ്റെ തോക്ക്, തൻ്റെ AK-47 തോക്ക് ഇങ്ങനെ ചൂണ്ടുന്നതാണ് അടുത്ത ചിത്രം. അതിൻ്റെ താഴെ ചിത്രം 2024 ഇക്കൊല്ലം ഗസയിലെ ഒരു രംഗമാണ്. തൻ്റെ ജ്യേഷ്ഠനെയും അനുജനെയും ഇസ്രായേൽ പട്ടാളം കൊലപ്പെടുത്തിയ ആ ഒരു ചോരക്കറ എടുത്തിങ്ങനെ നീക്കാണ് ഒരു കുട്ടി. 2003 പാലായനമാണ് ഈ പേജുകളിൽ കാണുന്നത്. എങ്ങോട്ടില്ലാതെ പാലായനം, തങ്ങൾ ചെയ്തു പോരാകാത്ത തെറ്റിൽ. 52 അമേരിക്കൻ പട്ടാളക്കാരൻ സ്വന്തം ഗ്രാമത്തിൽ ഒരാളുടെ നേർക്ക് AK-47 ചൂണ്ടുകയാണ്. 54 പേജ് ഒന്ന് എടുത്തു നോക്കൂ. ആ പേജ് ആവിഷ്കരിച്ചതിന് ശേഷം ദിവസങ്ങളോളം എനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ല, ഉറക്കവും വന്നില്ല. അതൊരു ചെറിയ കുട്ടി തൻ്റെ മരിച്ചുപോയ കൊല ചെയ്യപ്പെട്ട ഉപ്പാന്റെ മയ്യത്തിനരികെ ഇരുന്ന് കരയുന്ന ഒരു ചിത്രമാണ് 154 പേജിൽ. ആ കുട്ടിയെ എനിക്ക് വല്ലാതെ സ്വാധീനിച്ചു. എന്തുകൊണ്ട്? ആ പ്രായത്തിലുള്ള ഒരു കുട്ടി എനിക്കുണ്ട്. അതേ പ്രായത്തിലുള്ള അതേ എലുമ്പൻ ശരീരമുള്ള 2 കുട്ടികളെ എനിക്കുണ്ട്. ഒരു കുട്ടിയുടെ പേര് ഖദീജ നൂറ എന്നാണ്, ഒരു കുട്ടിയുടെ പേര് ആയിഷ എന്നാണ്. ആ 2 കുട്ടികളെയും ഞാൻ ഓർത്തു. ബാപ്പാന്റെ മയ്യത്തിന്റെ അടുത്തിരുന്ന് കരയുക ഒരു പാവപ്പെട്ട പെൺകുട്ടി. പിന്നെ ഞാൻ ഇടയ്ക്കിങ്ങനെ ആലോചിക്കും, പഠിച്ചോനെ ആ ഉപ്പാനെ കൊന്നിട്ട് ഇപ്പോൾ 20 ചില്ലാനം കൊല്ലം കഴിഞ്ഞല്ലോ. ആ കുട്ടി വലിയൊരു യുവതിയൊക്കെ ആയി കല്യാണമൊക്കെ കഴിച്ചിട്ടുണ്ടാവുമല്ലോ. പിന്നെ ഇപ്പോൾ നീ എന്തിനാ കരയുന്നത്? എനിക്ക് കരയാതിരിക്കാൻ വയ്യ. നിങ്ങൾ കണ്ടില്ലേ ആ ചിത്രം? കണ്ടില്ലേ ബാപ്പാന്റെ ഡെഡ് ബോഡി കരിക ഇരുന്ന് കുട്ടി ഇരുന്ന് കരയുക. അത് എൻ്റെ കുട്ടി ഖദീജ നൂറയും എൻ്റെ കുട്ടി ആയിഷയുമാണെന്ന് എപ്പോഴും എനിക്ക് തോന്നും. ആ കുട്ടി നിങ്ങളുടെ കുട്ടിയാണെന്ന് നിങ്ങൾ ചിന്തിക്കൂ. എന്തിനാണ് ആ കുട്ടി കരയേണ്ടി വന്നത്? നിർദോഷിയായ പാവപ്പെട്ട തൻ്റെ പിതാവിനെ കൊല ചെയ്യപ്പെട്ടു. എൻ്റെ തൊട്ടുപുറത്ത് ഒരു ഇരുമ്പ് വേലിക്കുള്ളിൽ ഒരു ബാപ്പ മകനെ ഇരുന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്. വെയിലത്ത്, അമേരിക്കൻ കാർ വെയിലത്ത് തുറന്ന ജയിലിൽ കുട്ടികളെ ഇട്ടിട്ട്, കുട്ടികളെയും ബാപ്പമാരെയും ഇട്ടിട്ട് വെയിലത്തിരുന്നിട്ട് കുട്ടിയെ ആശ്വസിപ്പിക്കുകയാണ് ബാപ്പ. ഒരു ആണുങ്ങളില്ലാത്ത വീട്ടിൽ അമേരിക്കൻ പട്ടാളക്കാർ കയറി ചെന്നതാണ് അതിൻ്റെ മുകൾ ഭാഗത്തെ ചിത്രം. അതിൻ്റെ തൊട്ടടുത്ത് കണ്ടില്ലേ ഒരു 156 പേജിൽ കണ്ണിങ്ങനെ ഉരുട്ടിയിട്ട് ഒരു ആൺകുട്ടി നിൽക്കുന്നു. താഴേക്ക് നോക്കി കുറെ പെൺകുട്ടികളും അമേരിക്കൻ പട്ടാളക്കാർ AK-47 ചൂണ്ടി നിൽക്കുക. അതിൻ്റെ അപ്പുറത്ത് പെട്രോളിയത്തിലൂടെ നടന്നു പോകുന്നവർ അമേരിക്കൻ പട്ടാളക്കാരൻ. അതിന് നേരെ 157 പേജിൽ ഒരു 4000 ആളുകളാണ് ഒരൊറ്റ ബോംബ് ബ്ലാസ്റ്റിങ്ങിൽ അമേരിക്ക കൊലപ്പെടുത്തിയത്. ഒരു പട്ടിയെയും 158 പേജിൽ മുകൾ ഭാഗത്ത് പട്ടിയെയും മനുഷ്യനെയും ഒരൊറ്റ കൂട്ടത്തിൽ അബു ഗാലിബ് ജയിലിലിട്ടിരിക്കുന്നു അമേരിക്കക്കാർ. അതിന് നേരെ താഴെ 158 പേജിൽ ഒരു വലിയ കറുത്ത ആൽസേഷൻ നായയെ കൊണ്ട് ഒരു സാധുവായ ഇറാഖിയെ പീഡിപ്പിക്കാൻ നായയെ കൊണ്ട്. അതിൻ്റെ നേരെ അപ്പുറത്ത് 159 പേജിന്റെ മുകൾ ഭാഗത്ത് കണ്ടില്ലേ നിങ്ങൾ? എന്തിനാണ് നിങ്ങൾ പുസ്തകം കൈവശം വെച്ചിരിക്കുന്നത്? ഇതൊന്നും നോക്കാനല്ലെങ്കിൽ. കണ്ടില്ലേ നിങ്ങൾ? നഗ്നരായ മുസ്ലിങ്ങളായ ജയിൽ പുള്ളികളെ വെച്ച് അവർ ചെയ്യുന്ന ഫോട്ടോസ് കണ്ടില്ലേ? പൂർണ്ണ നഗ്നരായ
നഗ്നരായ ഒരു മുസ്ലിം ജയിൽ പുള്ളിയെ ലൈംഗിക അവയവത്തെ ആൽസേഷ്യൻ നായെ കൊണ്ട് കടിപ്പിക്കുകയാണ് അമേരിക്കൻ പട്ടാളക്കാർ. അവരാണ് മുഹമ്മദ് മുസ്തഫാക്ക് സമാധാന ബോധമല്ല, യുദ്ധക്കുറിയനാണ് എന്ന് വിളിച്ചു പറയുന്നത്. ഇവർ ഈ ലോകം കണ്ട ക്രൂരന്മാർ. നിങ്ങൾ എന്ത് നോക്കിയിരിക്കുന്നത്? ഇവർക്കൊക്കെ മറുപടി പറയാൻ ബാധ്യതങ്ങൾക്കില്ലേ? അതിന് തൊട്ടപ്പുറത്ത് നിങ്ങൾ കണ്ടില്ലേ, ഒരു ആൽസേഷ്യൻ പട്ടിയുടെ കഴുത്തിലിടുന്ന ഒരു ബെൽറ്റ് കൊണ്ടൊരു സാധുവായ ഒരു മുസ്ലിം പട്ടാക്കൾ 160. നോക്കിൻ തങ്ങളെ, നോക്ക് 160-ാമത്തെ പേജ്. നിങ്ങൾ വലിയ അഭ്യസ്തവിദ്യനായ ഒരാളാണല്ലോ, നിങ്ങൾ എന്തിനാ വെറുതെ നോക്കിയിരിക്കണത്? നിങ്ങൾ തങ്ങളാണെങ്കിലും എഡ്യൂക്കേറ്റഡ് ആയ ആളല്ലേ, വായിക്കും 160. കണ്ടില്ലേ, ഒരു പട്ടിയെ കൊണ്ട്. ഇത് മനുഷ്യ ചരിത്രത്തിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ നിങ്ങൾ സമാധാനത്തോടെയും നീതിയോടെയും വർത്തിക്കേണ്ടത് നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെട്ട ജനതയോടാണെന്ന് പഠിപ്പിച്ചത് മുഹമ്മദ് മുസ്തഫ അല്ലേ? നിങ്ങളത് കണ്ടില്ലേ? ഇവർക്ക് എന്ത് മനുഷ്യത്താണ്? ഇവർക്ക് എന്ത്? ഇത് നിങ്ങൾ അറിയണ്ടേ? ഇതല്ലേ പ്രശ്നം? ഇതല്ലേ പ്രശ്നം? അതിനിപ്പുറത്ത് കണ്ടില്ലേ, താഴെ ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് ഒഴുകിയിരിക്കുന്ന മുസ്ലിം ജയിൽ പുള്ളികളുടെ രക്തം. അതിൻ്റെ ഇപ്പുറത്ത് കണ്ടില്ലേ നിങ്ങൾ, മനുഷ്യന്റെ മലം കൊണ്ട് ഒരു ജയിൽ പുള്ളിയെ ആകെ ശരീരം മുഴുവൻ മേധിച്ചിട്ടുണ്ട്. അതിന്റെ താഴെ കണ്ടില്ലേ? അതിനിപ്പുറത്ത് നിങ്ങൾ കണ്ടില്ലേ ഒരു മനുഷ്യന്റെ രക്തം കഴുത്തിൽ? കണ്ടില്ലേ? അതിനിപ്പുറത്ത് നിങ്ങൾ കണ്ടില്ലേ 162-ാമത്തെ പേജിൽ പൂർണ്ണ നഗ്നരായിട്ട് മുസ്ലിം ജയിൽ പുള്ളികളെ ഭേദ്യം ചെയ്യുന്നു അമേരിക്കൻ സൈനികർ. ഇതാണ് നിങ്ങളത് എടുക്കരുതെന്ന് മുഹമ്മദ് മുസ്തഫ പറഞ്ഞത്. പെട്രോളിയം ലോകത്തിന്റെ നാശമാണ്. ഈ പെട്രോളിയം ഭൂമിയിൽ പുറപ്പെട്ടത് ചെറിയ നിലക്ക് പുറപ്പെട്ടത് 1902-ലാണ്. വലിയ നിരക്ക് പുറപ്പെട്ടിട്ട് 1927-ലാണ്. ഇന്ന് വരെ ഇത് വ്യക്തമായും ഇതിൻ്റെ ചിത്രം ഇതാണെന്ന് മുസ്ലിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പണ്ഡിതന്മാർ മെനക്കെട്ടില്ല. എന്തുകൊണ്ട്? അങ്ങനെ മെനക്കെട്ടാൽ അത് അറബികൾക്കെതിരാകും എന്നതാണ് പണ്ഡിത മനസ്സിൻ്റെ അടിസ്ഥാന പ്രശ്നം. നിങ്ങൾ ചിന്തിക്കുക, ഈ ഭൂമി അവസാനിക്കാൻ പോവാണ്. നിങ്ങൾ സില്ലി കാര്യങ്ങളിൽ വ്യാപൃതരാകരുത്. കണ്ടില്ലേ കവറിലിടേണ്ട ഉസ്താദെ, അതിൻ്റെ തൊട്ടപ്പുറത്തെ പേജും കൂടി ഒന്ന് നോക്ക്. 164-ാമത്തെ പേജിൽ അങ്ങനത്തെ ഒരു കുട്ടി നിങ്ങൾക്കുണ്ടാവും. ഒരു ഷഹീദായ സാധുവായ ഒരു സിറിയക്കാരൻ്റെ മീസാൻ കല്ലിൻ്റെ അരികിൽ വന്നൊരു കുട്ടി കരയുന്ന ചിത്രം. ആ കുട്ടിയും നിങ്ങളെ കുട്ടി തന്നെയല്ലേ? അത് പെട്രോളിയം വാറിൻ്റെ ഉൽപ്പന്നമാണ്. കണ്ടില്ലേ മീസാൻ കല്ലിൻ്റെ അരികിൽ? അതിനിപ്പുറത്തെ പേജിലുണ്ട് ഒരു ഉമ്മ പൊട്ടിക്കരയാണ്. മീസാൻ കല്ലിൻ്റെ അരികിൽ വന്ന് ഇപ്പുറത്ത് ഒരു ഉമ്മ മീസാൻ കല്ലിൻ്റെ അരികിൽ ഇരുന്ന് ഖുർആനോദി ചെയ്യാണ്. ചിന്തിക്കണം. അതിൻ്റെ പുറത്ത് ഒരു കാൽ നഷ്ടപ്പെട്ട ഒരു ബാപ്പയും രണ്ട് കാൽ നഷ്ടപ്പെട്ട ഒരു മകനെയും കാണിച്ചാണ് ആ ചിത്രങ്ങളെ ഞാൻ അവസാനിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ കണ്ടോ? ഒരു കാൽ നഷ്ടപ്പെട്ട ബാപ്പയും 2 കാൽ നഷ്ടപ്പെട്ട പുത്രനും. അത് പെട്രോളിയം വാർസിന്റെ ഉൽപ്പന്നമാണ്. അടിസ്ഥാനമാണ്. ഇത് നിങ്ങൾ പഠിക്കണം. പിന്നെ ഞാൻ ISIS-നെ ബോധ്യപ്പെടും. ISIS ഭൂമിയിൽ കണ്ട ഏറ്റവും വലിയ കൊള്ളക്കാരാണ്. എന്തിനു വേണ്ടിയാണ് ISIS പ്രവർത്തിച്ചത്? പെട്രോളിയത്തിന് വേണ്ടി മാത്രം. ISIS ലാഭമുണ്ടാക്കി. എന്തുകൊണ്ട്? പറ. അവർ ഒരിക്കലും ഇസ്ലാമിക് സ്റ്റേറ്റ് ആയിരുന്നില്ല, പെട്രോളിയം സ്റ്റേറ്റ് ആയിരുന്നു. വളരെ കൃത്യമായ ആർഗ്യുമെന്റ്സുകൾ ആ പേജുകളിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് എങ്ങും ഇല്ലാത്ത നടന്നു നീങ്ങുന്ന ഒരു ഇറാഖി കുടുംബത്തിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇന്ന് കാണുന്ന വെപ്പൺസ് മുഴുവനും പെട്രോളിയം വെപ്പൺസ് ആണ്. പിന്നെ കടലിനെ മലിനമാക്കിയത് എന്താണ്? പെട്രോളിയമാണ്. കടൽ കത്തുന്നു എന്നാണ് ഈ കൊല്ലം അവസാനമായി നമ്മുടെ സയന്റിസ്റ്റുകൾ പറഞ്ഞു. എന്തുകൊണ്ടാണ് കടൽ കത്തുന്നത്? കടലിൽ വെള്ളത്തെ പോലെ എന്തുണ്ട്? പെട്രോളിയം. കടലിനെ കുറിച്ച് ഓഷ്യാനോളജി പുറത്തുവിട്ട ഒരു പുസ്തകം ഈ വർഷം ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പെട്രോളിയം സൂപ്പ്, പ്ലാസ്റ്റിക് സൂപ്പാണ് എന്ത്? കടൽ വെള്ളം. എന്താ പ്ലാസ്റ്റിക്? പെട്രോളിയമാണ്. അമേരിക്കയും ബ്രിട്ടനും അറബ് രാജ്യങ്ങളും കൂടി മാനവരാശിയെ ചതിച്ചു. ഇനി നോ റിട്ടേൺ. മനുഷ്യർക്ക് ഇനി തിരിച്ചു പോക്കില്ല. മനുഷ്യൻ ഈ യുഗത്തിൽ അവസാനിക്കും, അല്ലെങ്കിൽ അടുത്ത യുഗത്തിന്റെ തുടക്കം. എന്താണെങ്കിലും ഈ യുഗത്തിൽ ജീവിക്കാൻ മനുഷ്യന് കഴിയൂല, ഉറപ്പ്. ഇക്കഴിഞ്ഞ ദിവസം 2068 ലോകാവസാനം നടക്കുമെന്ന് ഐസക് ന്യൂട്ടന്റെ ഒരു പ്രവചനം ഞാൻ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അതൊന്നും ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല, പിന്നെ പറയാം. ആണുങ്ങൾക്ക് വരാം,
വെറുതെ പറയല്ല. അതായത് 2068 ലോകാവസാനം ഉണ്ടാകുമെന്ന് പറയുന്നത് സർ ഐസക് ന്യൂട്ടനാണ്. അയാൾ മരിക്കുന്നത് 1727 അന്ന് പ്രവചിച്ചു വെച്ചിട്ടുണ്ട് ലോകത്തിന്റെ അവസാനം 2068 2050 ആകുമ്പോഴത്തിന് ഈ പ്രകൃതിയിൽ ഒന്നിനും ഒരു ചെടിക്കോ മരത്തിനോ ഈ ഭൂമിയിൽ നിലകൊള്ളാൻ കഴിയില്ല. മനുഷ്യരാശിക്കൊന്നിനും അതിനു മാത്രം ചൂട് അധികരിക്കും എന്ന് പ്രകൃതി ശാസ്ത്രജ്ഞന്മാർ വളരെ വ്യക്തമാക്കിയ റിപ്പോർട്ടുകൾ എൻ്റെ കൈവശമുണ്ട്. 2050 ലോകം അവസാനിച്ചിട്ടില്ലെങ്കിലും മനുഷ്യൻ പ്രാർത്ഥിക്കും, ലോകത്തെ ഒന്ന് പഠിച്ചോനെ ഒന്ന് അവസാനിപ്പിക്കുക. 2030 ഇക്കൊല്ലം നമ്മുടെ ശാസ്ത്രചിന്തകന്മാർ പുറത്തുവിട്ടു 2030 AC പിടിക്കൂല. AC-യിൽ കിടന്നാലും മനുഷ്യൻ ഉറങ്ങാൻ കഴിയില്ല. 2049 ഒരു കടൽ മത്സ്യം ബാക്കിയാവില്ല. സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ഒരു പ്രസ്താവനയും ഈ പുസ്തകത്തിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം 50 വർഷം മുമ്പ് അദ്ദേഹം പറഞ്ഞത് 1000 കൊല്ലത്തിലധികം ഇനി മനുഷ്യരാശിക്ക് ഭൂമിയിൽ ജീവിതമില്ല എന്നാണ്. അദ്ദേഹം മരിക്കുന്നത് 2014 അതിന് തൊട്ടു മുമ്പ് അദ്ദേഹം പറഞ്ഞത് 100 വർഷം ഇനി മനുഷ്യന് ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല എന്നാണ്. ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. എല്ലാ പ്രശ്നങ്ങളെയും വളരെ വ്യക്തമായി ഈ പുസ്തകത്തിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. ലോകാവസാനത്തെ ഭയപ്പെട്ട് ആത്മഹത്യ ചെയ്യുന്ന സയന്റിസ്റ്റുകളുടെ ഒരു ചിത്രവും ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ന് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ലോകാവസാനമാണ്. അമേരിക്കയിലെ യൂത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ലോകാവസാനമാണ്. ബ്രിട്ടനിലെ യൂത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ലോകാവസാനമാണ്. ഫ്രാൻസിലെ യൂത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ലോകാവസാനമാണ്. റോമിലെ യൂത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ലോകാവസാനമാണ്. മലബാറിലെ യൂത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം UDF-ഉം LDF-ഉമാണ്. എന്തുകൊണ്ട്? നിങ്ങൾ വിഡ്ഢികളാണ്, നിങ്ങൾ പിണ്ടല വിഡ്ഢികളാണ്. ഇന്ത്യ രാജ്യം നരേന്ദ്രമോദി ഭരിച്ചാലും ലോകം അവസാനം പെട്ടെന്നുണ്ടാവും, ഭരിച്ചിട്ടില്ലെങ്കിലും ലോകാവസാനം പെട്ടെന്നുണ്ടാവും. ഇതൊക്കെ സില്ലി കാര്യങ്ങളല്ലേ ചങ്ങാതിമാര്? ഇന്ത്യ നരേന്ദ്രമോദി ഭരിച്ചത് കൊണ്ട് ലോകാവസാനം നേരം വൈകൂല. രാഹുൽ ഗാന്ധി ഭരിക്കുന്നത് കൊണ്ട് ലോകാവസാനം കുറച്ചും കൂടി നേരം കിട്ടൂല. 2100 മുമ്പ് ലോകാവസാനം സംഭവിക്കും എന്നാണ് സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ പ്രവചനം. ഈ പുസ്തകത്തിലുണ്ട്. അല്ലെങ്കിൽ അത് സംബന്ധിച്ച അനവധി പുസ്തകങ്ങൾ ഞാൻ റെഫർ ചെയ്തിട്ടുണ്ട്. അടുത്ത വേറൊരു പുസ്തകം ഞാൻ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഇതിന്റെ ലോകാവസാനത്തെ കുറിച്ചുള്ള ഏറ്റവും അവസാനത്തെ പുസ്തകമല്ല, ആദ്യത്തെ പുസ്തകമാണ്. എൻ്റെ ഉറക്കം കെടുത്തുന്നത് ലോകാവസാനമാണ്. ലോകാവസാനം എത്രയും പെട്ടെന്ന് സംഭവിക്കും. അത് 2100 സംഭവിക്കും എന്നല്ല ഞാൻ പറയുന്നത്, അല്ലാന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ലോകത്തിന് അവസാനിച്ചിട്ടില്ലെങ്കിൽ മനുഷ്യരാശിക്ക് ഈ ഭൂമിയിൽ ഇനി ജീവിക്കാൻ കഴിയില്ല എന്ന വസ്തുതയാണ്. ഈ പുസ്തകം മുഴുവനും പറഞ്ഞ് വിഷയങ്ങളെ മുഴുവനും സമർത്ഥിച്ച് ധൂർത്തന്മാരായ അറബികളുടെ സാമ്പത്തിക ധൂർത്തിനെ ഞാൻ കാണിക്കുന്നുണ്ട്. 275 പേജിൽ പട്ടിണി കിടക്കുന്ന കുട്ടികളെയും കാണിക്കുന്നുണ്ട്. 178 പേജിൽ വിശദീകരിക്കുന്നില്ല. നിങ്ങളത് മുഴുവനും വായിക്കുക. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒരു കവിത കൊടുത്തിട്ടുണ്ട്, നമ്മുടെ സ്വന്തം ഒരു കവിത. സത്യം നിരന്തരം ചെയ്യുന്ന വേലകൾ ചെറുക്കും വിനാശങ്ങൾ കാണുന്നതില്ലയോ? ചുണിതലത്തിലും രത്നാകരത്തിലും നാശം വിതയ്ക്കുമേ കർമ്മങ്ങളൊക്കെയും. സത്യം സംത്യജിച്ചിടായെങ്കിൽ അല്ലാഹു നിങ്ങളെ ഇത്തമാം ശിക്ഷകൾ അർഹരായി തീർത്തിടും. സൂറത്ത് റൂമിന്റെ പരിഭാഷയാ. അതാണ് ഈ കുട്ടി നേരത്തെ ഇവിടെ ഓതിയത്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത്ത് അയ്ദിൻ നാസ്. എൻ്റെ ഏറ്റവും വലിയ, എൻ്റെ മനസ്സിലെപ്പോഴും ഞാൻ ഒളിപ്പിച്ചുകൊണ്ട് നടക്കുന്ന മലയാളത്തിൻ്റെ വരദാനമായ ബഹുമാനപ്പെട്ട KG രാഘവൻ നായരുടെ അമൃതവാണിയിലെ ഒരു ഖുർആനിക വചനത്തിൻ്റെ വ്യാഖ്യാനം പറഞ്ഞാണ് ഈ പുസ്തകം അവസാനിപ്പിച്ചിട്ടുള്ളത്. രാഘവൻ നായരെ എനിക്ക് കരൾ പോലെ ഇഷ്ടമാണ്. എനിക്ക് മലയാളത്തിൽ കരൾ പോലെ ഇഷ്ടമുള്ള കുറേ സാഹിത്യകാരന്മാരുണ്ട്. ഒരാളാണ് MT വാസുദേവൻ നായർ. അദ്ദേഹത്തിൻ്റെ കരവിരുതി എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഫാത്തിഹയ്ക്ക് ഒരു വ്യാഖ്യാനം എഴുതിയിരുന്നല്ലോ എന്ന് ഞാൻ എപ്പോഴും അള്ളാഹുവോട് പ്രാർത്ഥിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ കൈവിരലുകൾക്ക് അള്ളാഹു കൊടുത്ത ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അത് വർണ്ണിക്കാൻ കഴിയൂല.
അത്രയും മനോഹരമായ ഭംഗിയാണ്. അതേപോലെ ആ രാഘവൻ നായർ കവിതയെ അതിമനോഹരമാക്കിയിട്ടുണ്ട്. പ്രത്യനിരന്തരം ചെയ്യുന്ന വേലകൾ ചെറുക്കും വിനാശങ്ങൾ കാണുന്നതില്ലയോ, ചുണിതലത്തിലും രത്നാകരത്തിലും നാശം വിതക്കുമേ കർമ്മങ്ങളൊക്കെയും സംത്യജിച്ചിടായി. എല്ലാം ത്യജിക്കുക, എല്ലാ സുഖഭോഗങ്ങളും ത്യജിക്കുക. ഇല്ലെങ്കിലല്ലാഹു നിങ്ങളെ തിക്തമാം ശിക്ഷകൾ അർഹരായി തീർത്തിടും. അതിൻ്റെ നേരെ ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിത ONV കുറുപ്പിന്റെ 984 ONV കുറുപ്പിന്റെ ഒരു കവിതയും കൊടുത്താണ് പുസ്തകം അവസാനം. ഇനിയും മരിക്കാത്ത ഭൂമി, ഇത് നിന്റെ മൃതശാന്തി ഗീതം, ഇത് നിന്റെ എന്റെയും ചരമ ശുശ്രൂഷക്ക് ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം. ഉയരത്തെ നിൻമുഖത്തശ്രുബിന്ദുക്കളാൽ ഉദകം പകർന്നു വിലപിക്കാൻ ഇവിടെ അവശേഷിക്കയില്ല ഞാനാകയാൽ ഇതുമാത്രം ഇവിടെ എഴുതുന്നു. ഇനിയും മരിക്കാത്ത ഭൂമി, നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി, മൃതിയിൽ നിനക്കാത്മശാന്തി. ONV ഒരു കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനായിരുന്നു മരണം വരെ. എന്നാലും അദ്ദേഹത്തിൻ്റെ ഭൂമിക്കൊരു ചരമഗീതം എന്ന 984 ആ ഒരു കവിത മലയാളികൾ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് ഭൂമിയുടെ വിനാശത്തെക്കുറിച്ച് മനസ്സിലാക്കിയ ഒരു കവിതയാണ്. ഞാൻ നീട്ടിപ്പറയുന്നില്ല. ഞാനൊരു സാമ്പ്രദായിക പ്രഭാഷണമല്ലാത്ത ഒരു പ്രസംഗമാണ് നടത്തിയത് എന്നതുകൊണ്ട് തന്നെ എൻ്റെ വാക്കുകൾ അതിൻ്റെ അർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം എന്നില്ല. നിങ്ങളുടെ കുട്ടികൾക്ക് ഈ പുസ്തകം വായിപ്പിക്കണം. എന്നിട്ട് നിങ്ങളും കുട്ടികളും കൂടെ ഇരുന്ന് ചർച്ച ചെയ്യണം. ഒരൊറ്റ പരിഹാരമേ ഉള്ളൂ. ഈ പുസ്തകം ഒരു പരിഹാരമല്ല. ഈ പുസ്തകം ഒരു പരിസരബോധം മാത്രമാണ്. ഏതാ പരിസരബോധം? ഈ ഭൂമിക്ക് ഇനി നിലനിൽക്കാൻ കഴിയില്ല. അള്ളാഹുവിലേക്ക് തിരിച്ചു പോകാൻ ശ്രമിക്കുക. അള്ളാഹുവിലേക്ക് തിരിച്ചു പോവുകയല്ലാത്തൊരു പരിഹാരം നിനക്കില്ല. പുണ്യ റസൂലിനെ ഉൾക്കൊള്ളുക. പ്ലാസ്റ്റിക് ഉപയോഗിക്കരുതെന്ന് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞ നബിയാണ് എൻ്റെ നേതാവ് എന്ന് നീ അഭിമാനിക്കുക. അള്ളാഹു ആ നേതാവിനെ കൃത്യമായും അവലംബിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇതിൻ്റെ ഓരോ വാക്കുകളെയും കൃത്യമായി നിങ്ങൾ പഠിച്ചു മനസ്സിലാക്കുക. രണ്ടാമത്തെ എൻ്റെ പുസ്തകമാണ്. തൊട്ടടുത്ത ദിവസം പാലായിൽ വെച്ച് ഇൻഷാ അള്ളാഹ് ലോഞ്ചിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡാർവിൻ്റെ പ്രാർത്ഥന. ഈ വേദിയിലും തൊട്ടടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ വിൽപ്പന നടക്കും, ലോഞ്ചിങ് ആയില്ലെങ്കിലും. ഇത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനികൾ ഒന്നിച്ചു നിന്ന് ലിബറലിസത്തിനെയും നിരീപക്ഷവാദത്തെയും ഒന്നിച്ചു നിന്ന് അതിനെതിരെ ഒരു സ്ട്രഗിൾ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കേണ്ട അനിവാര്യത ഉദ്ഘോഷിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. നിങ്ങളെല്ലാവരും കാര്യത്തെ ഗൗരവമായി മനസ്സിലാക്കണമെന്ന് ഇത്തരണത്തിൽ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ അപേക്ഷിച്ചുകൊണ്ടും, ഇത് പ്രബോധന രംഗത്ത് സാമ്പ്രദായിക രീതികളെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ടാണ് ഈ പുസ്തകം വന്നിട്ടുള്ളത്. ഈ പുസ്തകം ഒരു സാമ്പ്രദായിക പുസ്തകമല്ല. ഈ പുസ്തകത്തിൻ്റെ ലെങ്ത്തും വെടുത്തും പോലും ഒരു സാമ്പ്രദായികമായ രീതിയിൽ അല്ല. ഇത് സാധാരണ ഒരു ലെങ്ത്തുള്ള പുസ്തകമല്ല, കുറച്ച് കൂടുതലുണ്ട്. ഇതിൻ്റെ വെടുത്തും സാധാരണ വെടുത്തല്ല, ലെങ്ത്തല്ല. ഒരു അലമാരയിൽ വെച്ചാൽ പോലും ഇത് പുറത്തേക്ക് തള്ളി നിൽക്കും. എന്തുകൊണ്ട്? ഇത് ഏറ്റവും ആദ്യം ഒരു വായനക്കാരൻ എടുക്കേണ്ടതാണ്. എന്തുകൊണ്ട്? ആദ്യം വായിക്കേണ്ട പുസ്തകം ഇതാണ് എന്നതുകൊണ്ടാണ്. ഇത് വളരെ കൃത്യമായ ഒരു അബദ്ധത്തെ ഒരു ഫാക്റ്റ് എന്ന രീതിയിൽ ലോകരാജ്യങ്ങൾ മുഴുവൻ പഠിപ്പിക്കുകയാണ് പരിണാമ സിദ്ധാന്തം. പരിണാമ സിദ്ധാന്തത്തിനെതിരെ ലോകം ഉണർന്നു കഴിഞ്ഞു. പക്ഷേ ഇടതുപക്ഷ സഹയാത്രികരുടെയും ലിബറലിസ്റ്റുകളുടെയും താല്പര്യം, മുടന്ത ന്യായങ്ങളും താല്പര്യവുമാണ് ലോകത്തെ വലിയ വലിയ യൂണിവേഴ്സിറ്റികൾ പോലും ഇന്ന് ഇതിനെ വലിച്ചെറിയാൻ മടിക്കുന്നത്. അതിനെ വളരെ വിശദീകരിക്കുന്ന ഒരു പുസ്തകമാണ് ഡാർവിൻ്റെ പ്രാർത്ഥന. ഷാ അള്ളാഹു സഹായിച്ചാൽ പാലായിലോ കോട്ടയത്തോ വെച്ച് തൊട്ടടുത്ത ദിവസം ഇതിൻ്റെ പ്രകാശനം നിർവഹിക്കും. ഈ പുസ്തകവും നിങ്ങളെ കുട്ടികൾക്കെല്ലാം കൃത്യമായി നിങ്ങൾ വായിക്കണമെന്നും നിങ്ങളോട് അപേക്ഷിച്ചുകൊണ്ട്, ലോകാവസാനത്തെക്കുറിച്ചുള്ള എൻ്റെ പുസ്തകത്തിൻ്റെ 1ാം ഭാഗം മാത്രമാണ് യൂഫ്രട്ടീസിലെ സ്വർണ്ണമലകൾ, ഹൈന്ദവ വേദങ്ങളിലെ കലിയുഗ പ്രവചനങ്ങൾ എന്നാണ് അടുത്ത് പുറത്തു വരുന്ന പുസ്തകം. മറ്റൊരു പുസ്തകം മുഹമ്മദ് നബി ഉറക്കപ്പറ, മുഹമ്മദ് നബിയുടെ യുദ്ധങ്ങൾ എന്നൊരു പുസ്തകം അടുത്ത് ഞാൻ പുറത്തു കൊണ്ടുവരും ഇൻഷാ അല്ലാഹ്. ആ പുസ്തകം എഴുതി കഴിയുന്ന പുറത്തു വരുന്നത് വരെയെങ്കിലും എനിക്ക് ദീർഘായുസ്സിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. എന്തുകൊണ്ട്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യുദ്ധങ്ങളെ അല്ല എന്ന് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അത് യുദ്ധങ്ങളെ അല്ല. 1, 2 മുഹമ്മദ് നബി യൂറോപ്പിനോടല്ലാതെ യുദ്ധം ചെയ്തിട്ടില്ല എന്നും ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്.
മുഹമ്മദ് നബിക്ക് മക്കായിൽ ശത്രുവില്ല, യൂറോപ്പാണ് മുഹമ്മദ് നബിയുടെ ശത്രു എന്ന് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ബദർ യുദ്ധം ഒരു ആൻറ്റി യൂറോപ്യൻ യുദ്ധമായിരുന്നു. ഉഹദ് യുദ്ധവും അങ്ങനെ തന്നെയാണ്. എല്ലാ യുദ്ധങ്ങളും യൂറോപ്പിനെതിരെയുള്ള യുദ്ധമാണ്. യൂറോപ്പിനെതിരെയുള്ള യുദ്ധം അവസാനിക്കാൻ പാടില്ല. മാനവരാശിയെ നശിപ്പിച്ചത് യൂറോപ്പാണ്. യൂറോപ്പിൻ്റെ വിദ്യാഭ്യാസം നമ്മുടെ ചിന്തകളെ മുഴുവനും നശിപ്പിക്കും. നമ്മുടെ കുട്ടികളെ ലിബറലിസ്റ്റുകളാക്കി തീർക്കുന്നത്, പണ്ഡിതന്മാർക്കിടയിൽ പോലും സാമ്പ്രദായിക പാരമ്പര്യ വിശ്വാസത്തെ തകർക്കാൻ ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ യൂറോപ്യൻ വിദ്യാഭ്യാസത്തിൻ്റെ കടന്നുകയറ്റമാണ് എന്ന് ഡാർവിൻ്റെ പുസ്തകത്തിലും ഒരല്പഭാഗം ഞാൻ കൊടുത്തിട്ടുണ്ട്. അടുത്ത് പുറത്തു വരുന്ന 2 പുസ്തകങ്ങൾ, ഒന്ന് മുഹമ്മദ് നബി നടത്തിയ യുദ്ധങ്ങൾ എന്നാണ്. അതൊരിക്കലും യുദ്ധമായിരുന്നില്ല. മുഹമ്മദ് നബി ഒരിക്കലും യുദ്ധക്കൊതിയനല്ല, ഒരിക്കലും യുദ്ധക്കൊതിയനല്ല എന്ന് ഇൻഷാ അള്ളാഹ് എൻ്റെ പുസ്തകം ലോകത്തിൻ്റെ മുന്നിൽ സമർപ്പിക്കും. ആ പുസ്തകം എഴുതി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ റീവർക്ക് നടത്തേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഇൻഷാ അള്ളാഹ്. അള്ളാഹു സഹായിക്കട്ടെ. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണമെന്ന് നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുകയാണ്. 2 പുസ്തകങ്ങൾ ഉടനെ പുറത്തു വരും. ഒന്ന് മുഹമ്മദ് നബിയുടെ യുദ്ധങ്ങൾ, 2 ഹൈന്ദവ വേദങ്ങളിലെ കലിയുഗ പ്രവചനങ്ങൾ. ലോകാവസാനത്തെ ഏറ്റവും കൂടുതൽ പറഞ്ഞ വേദഗ്രന്ഥങ്ങളിൽ ഒന്ന് സത്യത്തിൽ പുരാണങ്ങളാണ്, ഇതിഹാസങ്ങളാണ്, വേദങ്ങളാണ്. എന്നാൽ അതിനെക്കുറിച്ചുള്ളൊരു പാഠം ഇന്ന് ഹൈന്ദവ സമൂഹം പഠിക്കുന്നില്ല. അത് വേദനാജനകമായ കാര്യമാണ്. ഇൻഷാ അള്ളാഹ് ഹിന്ദു സമൂഹത്തെ കൂടി ഉൾപ്പെടുത്തി ഈ വിഷയത്തിൽ അതിശക്തമായ ഒരു പഠനം നടത്തണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട്. ധാരാളം ഹൈന്ദവ സഹോദരങ്ങൾ ഈ വിഷയത്തിൽ എനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഹിന്ദുക്കൾ നമ്മുടെ ശത്രുക്കൾ അല്ല. നമ്മുടെ ശത്രു ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ഒരു ശത്രുവേ ഉള്ളൂ. അത് ഒരൊറ്റ ശത്രുവാണ്. അതാരാ? അത് നിരീശ്വരവാദിയാണ്, അത് യുക്തിവാദിയാണ്, അത് ലിബറലിസ്റ്റാണ്. അവർക്കെതിരെ നാം ഒരുമിച്ചടരാടണം. അതാണ് ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം. ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം BJP അല്ല. ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം നിരീശ്വരവാദമാണ്. അതിനൊരറിയാം നാസ്തിക്യം താൻ ദോഷം ലോകത്തിനഹോ തമസ്സ മടിലടിപെട്ടാല കാലമൃത്യുഫലം ഫലം എന്ന് ഉള്ളൂർ എസ് മരപേശ്വരൻ നായരുടെ കവിതയാണ്. എന്താ ഉള്ളൂർ പറഞ്ഞത്? അതിനൊരറിയാം നാസ്തിക്യം, അതിനൊരറിയാം നാസ്തിക്യം താൻ ദോഷം ലോകത്തിനഹോ തമസ്സ മതിലടിപെട്ട ലകാല മൃത്യുഫലം. ഏറ്റവും വലിയ ഇരുട്ട് നിരീശ്വരവാദം. ആര് നിരീശ്വരവാദത്തിൽ അകപ്പെട്ടാലും അവന് അകാല മൃത്യു മാത്രമാണ് ദുരന്തഫലം. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ.